കൂട്ടുകാരെ ഇന്ന് അമ്മയുടെ വീട് വരെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ റോഡിൽ വണ്ടികളൊക്കെ പോകുന്ന ഭയങ്കര തിരക്കും, അതുപോലെ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് അവിടെയുള്ള റോഡാണ്, മൈത്ര ബസ് സ്റ്റോപ്പാണ്. അവിടെ വണ്ടിയൊക്കെ പോകുന്നതാണോ, നല്ല തിരക്കാണ്. അപ്പുറത്തോട്ട് നമുക്ക് കടക്കണമെങ്കിൽ തന്നെ പഴയ പോലെയല്ല, ഇപ്പം ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. റോഡെല്ലാം പൊളിച്ച് രണ്ടാക്കിയിട്ടിരിക്കുകയാണ്. റോഡ് പണി വന്നതോടെ റോഡിൻ്റെ ആ ഒരു രീതി മൊത്തത്തിൽ മാറി, കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ പോകുന്നതും ആ വഴിയും അതുപോലെ എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് മൈത്ര ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊന്നും ബാങ്കിൽ വരെ വന്നു. അപ്പോൾ ബാങ്കിൻ്റെ അവിടെ വന്നപ്പോൾ അമ്മയുടെ കൂടെ ബാങ്കിലോട്ട് വന്നതായിരുന്നു. അന്നേരം ഇവിടെയൊക്കെ റോഡൊക്കെ ആകെ ഇതായിട്ട് കിടക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്, അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നടന്ന് പോകണം. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഒരുമിച്ച് നടന്ന് പോകാം കേട്ടോ. ഇവിടുത്തെ നല്ല സ്ഥലങ്ങളൊക്കെയാണ്, കാണാൻ നല്ല പ്രകൃതി രമണീയമായ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇത് ഈ വഴിയാണ് കേട്ടോ. ഈ വഴി കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് അമ്പലത്തിൽ കൂടെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് കൂടെ പോകുന്നുണ്ട്. അമ്മയുടെ അനിയത്തി മരിച്ചതിൻ്റെ ആ ഒരു ഓർമ്മ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്പലത്തിൽ കയറിയിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അമ്പലത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം മൈത്ര അമ്മയുടെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. 2:48. അമ്മയുടെ വീടൊക്കെ അതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഇനിയും കാണിക്കാം കേട്ടോ. ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആരും കാണത്തില്ല. അനിയത്തി ആണ് വീട്ടിലുള്ളത്. അവളുടെ അമ്മ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. അതുപോലെ അവളാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരത്തുള്ളൂ. അവൾ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. അതുകൊണ്ട് അവൾ ഈ സമയത്ത് വീട്ടിൽ കാണത്തില്ല. ഇത് നിറയെ മരങ്ങളും പുല്ല് പിടിച്ചൊക്കെ കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തോന്നുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള്, എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളിന്ന് വീട്ടിലില്ല. അവൾ രാത്രിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി നടന്നു പോകുന്നതുകൊണ്ടാണ് ഇത്ര പതുക്കെ കാണിക്കുന്നത് കേട്ടോ. പതുക്കെ നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയായിട്ടാണ് അമ്പലത്തിന് മുമ്പ് ഞങ്ങളുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട വീടാണ്. അത് മൈത്ര എന്ന് പറയുന്ന മൈത്രക്കാരുടെ വീടാണ്. അത് കഴിഞ്ഞിട്ട് റൈലിലോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് അമ്പലം. ഇവിടെയൊക്കെ ഒരു നല്ല തോടൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ സ്ഥലത്തോട്ടും അമ്മയുടെ വീട്ടിലോട്ടും പോകുന്ന ആ ഒരു വഴിയാണ്. ഇവിടെ ഒരു വലിയ കുളമുണ്ട്, അതാണ് ആ കാണുന്നത്. ഇവിടെ കുളം, ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കാണുന്ന കുളമാണ്. ഈ കാണുന്നത് മൈത്രക്കാരുടെ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അവരുടെ സ്ഥലമാണ് ആ കാണുന്നത്, അവരുടെ വീടാണ്. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇത് യക്ഷിയമ്മയുടെ അമ്പലമാണ് കേട്ടോ. മൈത്ര യക്ഷിയമ്മ എന്ന് പറയുന്ന ഒരു യക്ഷിയമ്മയുടെ ഒരു അമ്പലമാണ്. ദേ ഈ കാണുന്നതാണ് അമ്പലം. ഞാൻ അമ്പലത്തിലോട്ടൊന്നും കയറുന്നില്ല. ഇവിടെ വന്നിട്ടൊരു ഇതെഴുതിയിട്ട്, ഒരു വഴിപാട് എഴുതിയിട്ട് ഞങ്ങൾ തിരിച്ച് അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ വന്നത് അമ്പലത്തിലേക്കായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ആ ഒരു
സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാനൊക്കെ. ആ കാണുന്നതാണ് അമ്പലം. അപ്പം അവിടെ നിന്ന് തിരിച്ച് നടന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്ഥലമാണ്, അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വില പറഞ്ഞിട്ട് ചേരാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനൊരു 2.5 ലക്ഷം വെച്ചാണ് പറയുന്നത്. ഒരു സെൻറ്റിന് 2.5 ലക്ഷം വെച്ച് 66 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയും റോഡൊക്കെയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളത് കൊടുക്കാൻ പോവാണ്. ഈ കാണുന്നതാണ് അമ്മയുടെ വീട്. ഈ ഗേറ്റ് താഴോട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. അപ്പുറം വഴിയേ വരാം, അകത്തേക്ക് കയറാനൊക്കത്തുള്ളൂ. ഇപ്പോൾ കിഴക്ക് വശം വഴിയാണ് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് വീടിൻ്റെ തെക്ക് വശമാണ്. ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കിഴക്ക് വശം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കുട്ടൻചേട്ടൻ്റെ വീടാണ്, അപ്പുറത്തെ വീട്. ഈ കാണുന്നത് ആണ് അമ്മയുടെ വീട് കേട്ടോ, ഇടതുവശത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്ന് പതുക്കകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഇത് ഈ കാണുന്ന അമ്മയുടെ വീടാണ് കേട്ടോ. പഴയ കാലത്തെ തടി കൊണ്ടുള്ള വീടാണ്. ഒരു 10-100 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ചുറ്റുപാടുമുള്ള അടുത്ത സ്ഥലത്ത് പുരയിടങ്ങളാണ്, ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് അതെല്ലാം. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇത് അമ്മ വരുന്നു. ഇതുണ്ടോ, എല്ലാം പഴയ തടി കൊണ്ടുള്ള പെരയാണ്. ഇത് പഴയ മണിച്ചിത്ര താഴൊക്കെയാണ്. നമ്മുടെ പണ്ടത്തെ മണിച്ചിത്ര താഴ് സിനിമയിൽ വീടില്ല, അതേപോലത്തെ ഉള്ള മണിച്ചിത്ര താഴൊക്കെയാണ്. ഇതിനടിയിലേക്ക് മുറിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം അതൊക്കെ. പിന്നെ ഇത് അനിയത്തിയുടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിരിക്കുന്ന റൂമാണ്. അവിടെ ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ആരും ആ റൂം യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണത്. ഈ മുറിയിലായിരുന്നു അപ്പൂപ്പൻ കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പൂപ്പൻ മരിച്ചു പോയിട്ട് അനിയത്തിയുടെ സാധനങ്ങളൊക്കെയാണ് ആ മുറിയിൽ വെച്ചിരിക്കുന്നത്. ആ മുറി ഇപ്പോൾ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അതായത് അമ്മയുടെ അനിയത്തി, അമ്മയുടെ അമ്മ, അത് അമ്മയുടെ അച്ഛൻ, ഇവരുടെയൊക്കെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. ഇത് ടി വിക്കകത്തൊരു സിനിമ പ്ലേ ചെയ്ത് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പം ഇത് അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി, അത് ആങ്ങളെയാണ് ആ ഫോട്ടോയിൽ കാണുന്നത്, എൻ്റെ അമ്മാവൻ. ഇതൊക്കെ മരിച്ചു പോയതാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ മുറിയാണ്. അതെല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. അവളവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് മുറിയൊക്കെ ഇതായിട്ട് കിടക്കുവാണ്. ഇത് ആണ് അടുക്കള. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് കാണുന്നത് കേട്ടോ. ഇത് വർക്കിംഗ് ഏരിയ. ഇനി ഞാൻ പുറത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെയായിട്ടൊരു കുളമുണ്ട്. ആ കാണുന്ന കുളമാണിത്. പിന്നെ ഇത് അവിടെ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. ഇത് ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ അവിടുത്തെ ആ വടക്കുവശത്തുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് കിണറാണ്. കിണർ അങ്ങനെ വെള്ളം എടുക്കാത്തതുകൊണ്ട് അതങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ തടിക്കഷ്ണമോ വിറകൊക്കെ വെക്കുന്നൊരു പെരയാണത്. അതിനകത്താണ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കുന്നത് അവിടുത്തെ. കൂട്ടുകാരെ, അങ്ങനെ അമ്മയുടെ വീട് വരെ ഒന്ന് വന്നതായിരുന്നു അമ്മയായിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു വ്ളോഗായിട്ട് നിങ്ങളെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് അമ്മയുടെ വീട്. ഇത് പണ്ടത്തെ വീടാണ് കേട്ടോ, പഴയ കാലത്തെ വീടാണ്.
ഒരു 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഇച്ചിരി പണ്ടത്തെ പോലെയല്ല വീട്, ഇപ്പോൾ ഇച്ചിരി പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചിരി വ്യത്യാസമൊക്കെ പെടുത്തിയിട്ടുണ്ട്. അകത്തൊക്കെ നേരത്തെ പോലെയല്ല, ഇച്ചിരി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം വീട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അകത്തേക്ക് പോയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്ക് വീടിനകത്തേക്ക് പോവാം. ഇത് ഞാൻ അകത്ത് ചെന്നിട്ട് TV പ്ലേ ചെയ്തതാണ്, എൻ്റെ വീഡിയോ തന്നെ പ്ലേ ചെയ്തതാണ് കേട്ടോ. അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ വീഡിയോ ഞാനത് ആ TVയിലിട്ട് പ്ലേ ചെയ്തതാണ്. അപ്പം ആ TVയിൽ കാണുന്നതാണ് ഇത്രയും വലുതായിട്ട്. ഇതുവരെ അവിടെ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ താമസിച്ച് ഇപ്പോൾ വീട്ടിലാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തി. രാത്രി സമയമാണ് കേട്ടോ. രാത്രി ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പം വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ടാറ്റാ.